വെൽക്കം, റഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക അമിനോ ഗ്ലൈക്കോസൈഡ് വിഭാഗം ആന്റിബയോട്ടിക്സ് ആണ്. ഗ്രൂപ്പിലെ ആദ്യ മരുന്ന് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ നമ്മൾ കണ്ടുപിടിച്ചത് സ്ട്രെപ്റ്റോമൈസസ് ഗ്രിസിയസിൽ നിന്നാണ്. ഗ്രിസിയസ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് സെൽമാൻ വാക്സ്മാൻ ആണ്. ആൻഡ് സ്ട്രെപ്റ്റോമൈസസിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നമ്മൾ മൈസിൻസിലായിരിക്കും അവസാനിക്കുക. സ്ട്രെപ്റ്റോമൈസിൻ, കനാമൈസിൻ, ടോബ്രമൈസിൻ, പാരമോമൈസിൻ, നിയോമൈസിൻ, ദെൻ ഇത് ഡൈഹൈഡ്രോസ്ട്രെപ്റ്റോമൈസിൻ ആണ്. സോ ഇങ്ങനെ ആണ് ഒരു ഗ്രൂപ്പ് മൈസിനിൽ അവസാനിക്കുക. ദെൻ പിന്നെ ഒരു ഫേമസ് ജെൻഡാമിസിൻ ആണ്. ജെൻഡാമിസിൻ നമുക്ക് കിട്ടുന്നത് മൈക്രോമോണോസ്പോറയിൽ നിന്നാണ്. മൈക്രോമോണോസ്പോറയിൽ നിന്ന് കിട്ടുന്നതെല്ലാം മിസിൻസിലാണ് അവസാനിക്കുക. ജെൻഡാമിസിൻ, നെറ്റിൽമിസിൻ, ആസ്ട്രോമിസിൻ, സിസോമിസിൻ, പ്രധാനപ്പെട്ട കുറച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇത് രണ്ടും സെമി സിന്തറ്റിക് ആണ്. സെമി സിന്തറ്റിക് ആയിട്ട് കണ്ടുപിടിച്ചതാണ്. അമിക് ആസിൻ, ദെൻ പ്ലാസോമിസിൻ പോലെയുള്ളവ. ദെൻ ബാക്കിയുള്ള അതർ അമിനോഗ്ലൈക്കോസൈഡ്സ് ആണ്. ധാരാളം ഇഷ്ടംപോലെ ഇതിനകത്ത് എഴുതാത്തൊക്കെ ഉണ്ട്. ഇസിപാമിസിൻ, മൈക്രോനോമിസിൻ, അപ്രാമൈസിൻ, ആർബക്കാസിൻ, ബെക്കനാമൈസിൻ, ഡൈബക്കാസിൻ, എറ്റിമിസിൻ പോലുള്ളവയൊക്കെ അതർ അമിനോഗ്ലൈക്കോസൈഡ് ആണ്. ദെൻ കെമിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള അമിനോഗ്ലൈക്കോസൈഡ് അല്ലാത്ത അമിനോസൈക്ലിറ്റോൾ വിഭാഗം മരുന്നാണ് സ്പെക്റ്റിനോമൈസിൻ എന്ന് പറയുന്നത്. ഏകദേശം പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അമിനോഗ്ലൈക്കോസൈഡിന് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇവിടെ ചേർത്തത്. ദെൻ വേറെ മരുന്ന് കാപ്രിയോമൈസിൻ ആണ്. കാപ്രിയോമൈസിൻ ഈ ഗ്രൂപ്പിൽ വരുന്നതല്ല, അമിനോഗ്ലൈക്കോസൈഡ് അല്ല. പക്ഷേ TBയിൽ നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ് പോലെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനത് ഇവിടെ എഴുതി മാത്രമേ ഉള്ളൂ, കാപ്രിയോമൈസിൻ. ദെൻ ഒരെണ്ണം ഫ്രാമൈസെറ്റിൻ, അത് മൈസെറ്റിനിലാണ് അവസാനിക്കുക. സോ ഇത്രയാണ് മരുന്നുകൾ, ഈ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ. അമിനോഗ്ലൈക്കോസൈഡിന്റെ പ്രവർത്തന രീതി, മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇത് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആണ് ബേസിക്കലി. അതാണ് ഫസ്റ്റ്, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്. ആ ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. നമ്മൾ അതിനകത്ത് ആദ്യത്തെ മരുന്നായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുക. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ വിശദമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് അതിനകത്ത് പടമൊക്കെ വരട്ട് പറഞ്ഞതാണ്, വിശദമായിട്ട് പറഞ്ഞതാണ്. സോ ഇവ ബൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ mRNA ആണെന്ന് കരുതിയാൽ, mRNAയിൽ നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ടാക്കാൻ 30S വന്നു ചേരണം, വലിയ 50S വന്നു ചേരണം. 50S ആൻഡ് 30S. ഇത് ബൈൻഡ് ചെയ്യുന്നത് 30Sലാണ്. സോ ദേ ബൈൻഡ് അറ്റ് 30S ഓഫ് ദ റൈബോസോം. റൈബോസോമിന്റെ 30Sൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന മരുന്നാണ് അമിനോഗ്ലൈക്കോസൈഡ് എന്ന് പറയും. 30Sൽ ഏത് സൈറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഈ സൈറ്റിന്റെ പേര്, ഇത് A സൈറ്റ് ആണ്, ഇത് P സൈറ്റ് ആണ്, ഇത് എക്സിറ്റ് സൈറ്റ്. അതിൽ A സൈറ്റിലാണ് വന്ന് പിടിക്കുക. A സൈറ്റ് മീൻസ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേര് ഡീകോഡിംഗ് സൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഡീകോഡിംഗ് സൈറ്റിൽ ഇത് എങ്ങനെയാണ് ബൈൻഡ് ചെയ്യുക? ഇറിവേഴ്സിബിൾ ബൈൻഡിംഗ് ആണ് ഡീകോഡിംഗ് സൈറ്റിൽ. സോ ദീസ് ആർ സ്ട്രക്ചറൽ ഡീകോഡിംഗ് ഇൻഹിബിറ്റേഴ്സ്. സോ സ്ട്രക്ചറൽ ഡീകോഡിംഗ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളാണ് ഇത്. എന്ന് വെച്ചാൽ ഡീകോഡിംഗ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് തിരിച്ചറിയുന്ന ഒരു ആന്റി കോഡോണുള്ള tRNA ഉണ്ട്. അപ്പോൾ ആ കോഡ് തിരിച്ചറിഞ്ഞിട്ട് അത് കൃത്യമായിട്ടുള്ള അമിനോ ആസിഡിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് പിടിപ്പിക്കണം. ഇതാണല്ലോ പരിപാടി വേണ്ടത്. പക്ഷെ ഡീകോഡിംഗ് ഇൻഹിബിറ്റർ ആയതുകൊണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ tRNA ഒട്ടൽ നിൽക്കും, അത് വേറെ കാര്യം. മാത്രമല്ല ഇവ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ A സൈറ്റിൽ ഒട്ടിച്ചേരുന്ന ഏതാണ് എന്താണ് എന്നറിയാൻ പാടില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ പിടിപ്പിക്കാം. അവിടെ നോ പ്രൂഫ് റീഡിങ്, അവിടെ കൃത്യം ഇതാണോ എന്ന് വായിക്കാൻ ആരുമില്ല. നോ വേരിഫിക്കേഷൻ, അത് കൃത്യമാണ് എന്ന് പറയാനായിട്ടും ആരുമില്ല. കൃത്യമായി ഒട്ടിച്ചേരേണ്ട അമിനോ ആസിഡിന് പകരം മറ്റു പല അമിനോ ആസിഡുകൾ വന്നൊക്കെ ഒട്ടിച്ചേരാം. സോ അപ്പോൾ ഉണ്ടാവുന്ന പ്രോട്ടീനോ, ഒരു പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അമിനോ ആസിഡുകൾ ചേർന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നതായിരിക്കാം. ഇവിടെ നമുക്ക് അലാനിൻ ആണ് വേണ്ടെങ്കിൽ ഇവിടെ ടൈറോസിൻ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ആ പ്രോട്ടീൻ ആവോ? ഇല്ല. സോ ഉണ്ടാവുന്ന പ്രോട്ടീൻ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പ്രോട്ടീൻ ആയിരിക്കും. ആൻഡ് ഈ A സൈറ്റിൽ കൃത്യമായിട്ട് ഒട്ടിച്ചേർന്നില്ലെങ്കിൽ അവിടെ ഓഫായി പോകും. ഇപ്പോൾ ഓൺ ഓഫ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്, കൃത്യമായിട്ട് ഒട്ടിച്ചേരാനായിട്ട്. അപ്പോൾ ഇത് പോകുമ്പോഴത്തേക്ക് ഓൺ സ്റ്റേജ് പോയി സ്ഥിരം ഓഫ് സ്റ്റേജിലായിരിക്കും. അപ്പോഴത്തേക്കും ഇവിടെ വന്ന് ഏത് അമിനോ ആസിഡിന് വേണമെങ്കിലും ഒട്ടിച്ചേർക്കാം. സോ ബാക്ടീരിയയുടെ പ്രോട്ടീൻ സിന്തസിസ് താളം തെറ്റുന്നു, അവതാളത്തിലാവുന്നു. സോ ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ദിസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ്. ആൻഡ് സം ആക്ഷൻ ഓൺ 30S അല്ലാതെ 50Sലും ഈ ഭാഗത്തും കൂടി ചേർന്ന് പിടിക്കാം എന്ന് ചില ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട്. എങ്കിലും ഇത് ഒട്ടിച്ചേരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നല്ല ബുക്കുകളിലൊക്കെ പറയുന്നത് ഈ മരുന്നുകൾക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയാം. പോസിറ്റീവ് ചാർജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതുമൂലം ഈ 30Sൽ നമുക്കറിയാം ഒരു RRNA ഉണ്ട്, റൈബോസോമൽ RNA. അതിന്റെ പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 16S rRNA എന്നാണ്. RRNAയിൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണ്, മരുന്നിന് പോസിറ്റീവ് ചാർജ് ആണ്. സോ അവിടെ വന്ന ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് അവിടെ വന്ന് ഒട്ടിച്ചേരുക. സോ ഇതാണ് ഒട്ടിച്ചേരുന്ന രീതി. ഇനി അഡീഷണൽ ആയിട്ട് വേറെ കുറെ ആക്ഷൻ കൂടി ഇവയ്ക്കുണ്ട്. ഒന്ന്
ചില മരുന്നുകൾ, എല്ലാ മരുന്നും ചെയ്യണമെന്നില്ല, ചില അമിനോഗ്ലൈക്കോസൈഡ് ഒരുപാട് മരുന്നുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ഇത് ഇങ്ങോട്ട് നീങ്ങണമല്ലേ, ഈ റൈബോസോം ഇങ്ങനെ നീങ്ങി പോകണം. അതിന് നമ്മൾ വിളിക്കുക ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് പറയുക. ട്രാൻസ്ലൊക്കേഷൻ ആര് വേണം? ട്രാൻസ്ലൊക്കേഷന് ഒരു ഇലോങ്ങേഷൻ ഫാക്ടർ വേണം. ഇലോങ്ങേഷൻ ഫാക്ടർ ഏതാണ് നമ്മൾ പറഞ്ഞത്? ജി, ഇലോങ്ങേഷൻ ഫാക്ടർ ജി. സോ ഇലോങ്ങേഷൻ ഫാക്ടർ ജീനെ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടി എസ്പെഷ്യലി ഫോർ അമിനോസൈക്ലിറ്റോൾ, അതായിട്ടുള്ള സ്പെക്ടിനോമൈസിൻ ഉണ്ട്. സ്പെക്ടിനോമൈസിന് ഇങ്ങനെയുള്ള ആക്ഷൻ ഉണ്ട്. ദെൻ സ്ട്രെപ്റ്റോമൈസിന് കുറച്ചുണ്ട്. സോ റൈബോസോമൽ ട്രാൻസ്ലൊക്കേഷനും തടയുന്ന പരിപാടി അമിനോഗ്ലൈക്കോസൈഡിനുണ്ട്. സോ നമ്മൾ പോളി റൈബോസിലേഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും ഈ പരിപാടികൾ അവതാളത്തിലാകും. ഒരാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു, ഒരാൾ ഇത് ഈ mRNAക്ക് പോകുന്നു, mRNAയിൽ വേറെ നടക്കുന്നു, ഇതൊക്കെ അവതാളത്തിലാകും. സോ കൃത്യമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നില്ല. സോ പ്രധാനപ്പെട്ട ആക്ഷൻ ഈസ് ഓൺ 30S റൈബോസോം. നമ്മൾ ക്ലാസിഫൈ ചെയ്തത് 30S റൈബോസോമൽ ഇൻഹിബിറ്റേഴ്സിലാണ്. അമിനോഗ്ലൈക്കോസൈഡും ടെട്രാസൈക്കിളിനും നമ്മൾ 30Sലാണ്. സോ ഇതാണ് ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൈനറ്റിക്സ് ആണ് പറയേണ്ടത്. കൈനറ്റിക്സ് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കൈനറ്റിക്സിൽ ഈ വെച്ചിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസിന്റെ പടമാണ്. പേര് അമിനോഗ്ലൈക്കോസൈഡ് എന്നാണ്. സോ അമിനോ ഉണ്ടാവണം, ഗ്ലൈക്കോ സംതിങ് റിലേറ്റഡ് ഉണ്ടാവണം. സോ മിക്കവാറും എല്ലാത്തിലും 3 ഷുഗർ മോയിറ്റി ഉണ്ടായിരിക്കും. 1, 2, 3. ആൻഡ് ഇവ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ്. അതുകൊണ്ടാണ് ഇവയെ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയാം. ഇനി അടുത്തത് അമിനോയാണ്. ഈ അമിനോ ഗ്രൂപ്പ് ഉള്ള ഇത് നോക്കുക, ഇത് ഗ്വാനിഡിൻ ആണ്. ഗ്വാനിഡിൻ എന്ന് പറയുന്നതാണ്. അതിൽ 3 അമിനോ ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് ഫിസിയോളജിക്കൽ pHൽ വെച്ചിട്ട് ഈ അമിനോ ഗ്രൂപ്പിനൊക്കെ പോസിറ്റീവ് ചാർജ്. സോ ദീസ് ആർ ഹൈലി പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, അല്ലെങ്കിൽ കാറ്റയോണിക് ആണ് എന്ന് നമുക്ക് പറയാം. സോ ദീസ് ആർ ഹൈലി കാറ്റയോണിക്. സോ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ വെറുതെ ചാർജ് ഉള്ള മരുന്നുകളെല്ലാം തന്നെ പോളാർ ആണ്. പോളാർ ആയിട്ടുള്ള മരുന്നുകൾ വാട്ടർ സോലുബിൾ ആയിരിക്കും. വാട്ടർ സോലുബിൾ ഓർ പോളാർ മരുന്നുകൾ അബ്സോർഷൻ ഉണ്ടാവുമോ? ഇല്ല. ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർഷൻ ഇല്ല, അബ്സോർഷൻ കുറവായിരിക്കും. സോ അപ്പോൾ നമുക്ക് വായിലൂടെ ഗുളികയായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓൺലി ആസ് ഇഞ്ചക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പിക്കലായിട്ടോ മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റൂ. ഇനി വായിലൂടെ കൊടുത്താൽ തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും, ലോക്കൽ എഫക്റ്റിന് വേണ്ടിയായിരിക്കും നമ്മൾ കൊടുക്കുക. സോ അതാണ് ആദ്യത്തെ കാര്യം. ഒന്ന്, അബ്സോർഷൻ സംബന്ധമായിട്ട് കുറവാണ്, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണം. ഓൺലി ലോക്കൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല. പോളാർ ഡ്രഗുകളൊന്നും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല. പക്ഷേ മെനിഞ്ചൈറ്റിസ് വരുമ്പോഴത്തേക്കും, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ബ്രെയിനിലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇത് ബ്രെയിനിലേക്ക് കയറും. അങ്ങനെ ഒരു ഗുണമുണ്ട്. മൂന്നാമത്തത് മരുന്ന് പോളാറാണ്, സെല്ലിനകത്തേക്ക് കിടക്കില്ല. അപ്പോൾ മരുന്ന് അവിടെ കിടക്കും, ബ്ലഡിനകത്തോ എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടായിരിക്കും കിടക്കുക. എക്സ്ട്രാ സെല്ലുലാറിൽ മാത്രമായിരിക്കും ഇത് കിടക്കുക, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ ഇതൊരു സെല്ലാണെങ്കിൽ സെല്ലിനകത്തേക്ക് കിടക്കില്ല. ഓക്കെ, ബാക്ടീരിയയുടെ സെല്ലിനകത്തും കിടക്കില്ല, മനുഷ്യന്റെ സെല്ലിനകത്തും കിടക്കില്ല. സോ ഔട്ട്സൈഡ് ദ സെൽ, പുറത്തുള്ളതിനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ സെല്ലിനകത്ത് ഒരു ബാക്ടീരിയ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണം ഇൻട്രാസെല്ലുലാർ പാത്തോജൻസ്, ക്ലാമിഡിയ ഓർ റിക്കറ്റ്സിയ ഓർ മൈക്കോപ്ലാസ്മ, ഇങ്ങനെയൊക്കെ സെല്ലിനകത്തേക്ക് കയറി പോണതിനൊന്നും ഇതിന് കൊല്ലാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഫോർ ഇൻട്രാസെല്ലുലാർ പാത്തോജൻസ്. അതിനെതിരെ ഫലം ഇല്ല. നാലാമത്തെ പോയിന്റ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയും ഫലമില്ല. ഗ്രാം പോസിറ്റീവിന് എന്താ കുഴപ്പം? ഗ്രാം പോസിറ്റീവിന് സെൽ മെംബ്രെയിന്റെ ചുറ്റും തിക്കായിട്ടുള്ള ഒരു സെൽ വോൾ ഉണ്ട്. ഈ സെൽ വോൾ കടന്നു പോകാൻ ഇതിന് പറ്റാത്തതുകൊണ്ട് ഗ്രാം പോസിറ്റീവിനെതിരെ യാതൊരു ഫലമില്ല. പക്ഷെ നമ്മളിപ്പോൾ സെൽ വാൾ നശിപ്പിക്കുന്ന ഒരു മരുന്ന് ബീറ്റാ ലാക്ടം ഓർ പെനിസിലിൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിനെ പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അണ്ണനീനകത്ത് കൂടി കയറി ഇതിനെ കൊന്നു. സോ അപ്പം നമുക്ക് അഡിറ്റീവ് എഫക്റ്റ് കിട്ടും. അഡിറ്റീവ് എഫക്റ്റ് കിട്ടും. 1+1 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എഫക്റ്റ് കിട്ടും. സോ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഗ്രാം പോസിറ്റീവിനെതിരെ ഫലം. അതർവൈസ് നോട്ട് എഫക്റ്റീവ് ആണ് ഇൻ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഗ്രാം നെഗറ്റീവിനോ? ഗ്രാം നെഗറ്റീവിന്റെ കേസിൽ, ഗ്രാം നെഗറ്റീവിന് എന്താണ്? ഇത് സെൽ മെംബ്രെയിൻ ആണ്. അതിന്റെ പുറത്തൊരു സെൽ വാൾ ചെറുത്, ദെൻ വീണ്ടും ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ മെംബ്രെയിനിൽ ഇവിടെ പോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുക എന്താണ്? അക്വാപോറിൻസ് എന്നാണ്, വെള്ളം കയറാനുള്ള. സോ ഇതിനകത്ത് കൂടി ഇതിനകത്ത് കയറും. അങ്ങനെ പെരിപ്ലാസ്മിക് സ്പേസ് എന്നാണ് പറയുക. ഈ സ്പേസിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഇതിനകത്തേക്ക് എടുക്കും. അകത്തേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടാണ്. ആ ട്രാൻസ്പോർട്ട് നമ്മൾ പറയാം ഓക്സിജൻ ഡിപ്പെൻഡന്റ് ട്രാൻസ്പോർട്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് കയറാൻ പറ്റും ബാക്ടീരിയയെ കൊല്ലാനായിട്ടും. ബാക്ടീരിയയുടെ മെക്കാനിസത്തിനകത്ത് ഇടപെടാൻ പറ്റും. അപ്പോൾ ഓൺലി ഓക്സിജൻ ഡിപ്പെൻഡന്റ് ട്രാൻസ്പോർട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയെ മാത്രമേ കൊല്ലാൻ പറ്റൂ. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഓൺലി എയ്റോബിക്കിനെ മാത്രമേ കൊല്ലാൻ പറ്റൂ. അനൈറോബിക് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ആയാലും അനൈറോബിക് ആണെങ്കിൽ ഇവയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഹൈ കോൺസെൻട്രേഷൻ കൊടുത്താൽ, ഹൈ കോൺസെൻട്രേഷനിൽ മരുന്നിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ കില്ലിങ്ങും കൂടുതലായി, മോർ കില്ലിംഗ് ആണ്, റാപ്പിഡ് കില്ലിംഗ് ആണ്. സോ ഇറ്റ് ഷോസ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ്. അതിനൊപ്പം തന്നെ പറയാവുന്ന ഏഴാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ് ദ ഡ്രഗ്
ഷോസ് പോസ്റ്റ് ആന്റിബയോട്ടിക് എഫക്ട്. പോസ്റ്റ് ആന്റിബയോട്ടിക് എഫക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഈ മരുന്നുണ്ടാക്കും. മരുന്ന് മാറ്റിയാലും കില്ലിംഗ് വിൽ ബി കണ്ടിന്യൂ. സോ ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആയതുകൊണ്ട് കില്ലിംഗ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. സോ 2 നേരം കൊടുക്കേണ്ട കാര്യമില്ല, ഒരു നേരം കൂടുതൽ കുറച്ചും കൂടി ഡോസ് കൂട്ടി കൊടുത്താൽ മതി. 8ാമത്തെ പോയിന്റ് ഇവിടെ എഴുതാം. സോ ഈ മരുന്ന് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് നടത്തേണ്ട മരുന്നാണ്. TDM നമ്മൾ ചെയ്യണം. ബിക്കോസ് ECFിലാണിതുള്ളത്. അവിടെ നമുക്ക് ട്രഫ് ഉണ്ടാവുന്നത് ഉയർന്ന ഒരു അളവുണ്ടായിരിക്കും, ലോ എമൗണ്ട് വരും. സോ ലോ എമൗണ്ടിൽ വരാതെ എപ്പോഴും നമ്മളൊരു മീൽ ഡോസിൽ നിർത്തുന്നത് നല്ലതായിരിക്കും. ഇനി അവസാനത്തെ പോയിന്റ്, 19ാമത്തെ പോയിന്റ്, ഗർഭിണികളിൽ കൊടുക്കാൻ പാടില്ല. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കാറ്റഗറി D ആണ്, സേഫ് അല്ല. ഓക്കെ, വെരി സീരിയസ് ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കും. സോ ഇതാണ് കൈനറ്റിക്സ് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ്സ്. അപ്പോൾ നമുക്ക് സ്പെക്ട്രം ആൻഡ് ആക്ഷൻസ് ആണ് പറയേണ്ടത്. ഡ്രഗ് ഇസ് ബാക്ടീരിയസിഡൽ ആണെന്ന് പ്രത്യേകം ഓർത്തുക. ബാക്ടീരിയസിഡൽ മിക്കവാറും പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ സ്റ്റാറ്റിക് ആണ്, പക്ഷേ ഇത് ബാക്ടീരിയസിഡൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്രാം പോസിറ്റീവിൽ കാര്യമായ ഫലമില്ല. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ തന്നെ എയ്റോബിക്കിൽ മാത്രമാണ് ഫലം. ഇൻട്രാസെല്ലുലാർ ഓർഗാനിസത്തിൽ അത് കാര്യമായിട്ടുള്ള ഫലമില്ല. പക്ഷേ ഗ്രാം നെഗറ്റീവ് ആണെങ്കിലോ ചില ഉദാഹരണത്തിന് ബാസില്ലസ്, TB അതിനകത്തൊക്കെ സെല്ലിനകത്താണല്ലോ, അതിനെ കൊല്ലാനായിട്ട് പറ്റും. ആൻഡ് ദീസ് ആർ നാരോ സ്പെക്ട്രം ആണ്. നാരോ സ്പെക്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം അല്ല. മിക്കവാറും പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ബ്രോഡ് സ്പെക്ട്രം ആണെങ്കിൽ, പക്ഷേ ഇത് നാരോ സ്പെക്ട്രം ആണ്. പ്രധാനമായിട്ടും അപ്പോൾ എഫക്റ്റീവ് ഇൻ ഗ്രാം നെഗറ്റീവ് എയ്റോബിക്കിലാണ് കൂടുതൽ ഏറ്റവും പ്രധാനമായിട്ടും എഫക്റ്റീവ് ഉള്ളത്. എയ്റോബിക് ബാസില്ലയിലാണ്. അപ്പോൾ എൻറ്ററോബാക്ടീരിയസിൽ ആക്ഷൻസ് ഉണ്ട് അല്ലെ. ഈ കോളായി അതിൽ ആക്ഷൻ കാണും. സ്യൂഡോമോണാസ് അതിനൊക്കെതിരെ ആക്ഷൻ കാണും. പക്ഷേ ചില ഗ്രാം നെഗറ്റീവ് തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ടൈഫോയിഡ് വരുത്തുന്ന സാൽമണല്ല ടൈഫി, അതിനകത്ത് ഫലമില്ല. ബർക്കിൾഡേറിയൽ ഫലമില്ല. ബർക്കിൾഡേറിയൽ, സെപ്പാഷിയോ മറ്റ് സ്പീഷീസിലൊന്നും ഫലം ഇല്ല. അത് ഗ്രാം നെഗറ്റീവ് ആണ്, പക്ഷേ ഇതിനകത്ത് ഫലം ഇല്ല. നൂടി ഓർത്തുക. അപ്പോൾ ഉപയോഗങ്ങൾ, ഫസ്റ്റ് ഡ്രഗ് സ്ട്രെപ്റ്റോമൈസിനെ കുറിച്ച് പറയാം. സ്ട്രെപ്റ്റോമൈസിൻ ആണല്ലോ ഏറ്റവും ഫേമസ് ഡ്രഗ് ഈ ഗ്രൂപ്പിൽ. സോ ഇറ്റ്സ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ TB. TBയിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. സെക്കൻഡ് ലൈൻ ആണ്, ഫസ്റ്റ് ലൈൻ അല്ല. ദെൻ മറ്റ് മരുന്നുകൾക്കൊപ്പമായിരിക്കും. അതും ഒരുമിച്ചൊന്നുമല്ല, ഒറ്റയ്ക്കല്ല കൊടുക്കുക. ഇൻഡസ്റ്റൈനൽ TB ഉൾപ്പെടെ അതിനൊക്കെ കൊടുക്കും. ദെൻ എഴ്സീനിയ പെസ്റ്റിസ് ഉണ്ടാക്കുന്ന ഏതാണ് രോഗം? പ്ലേഗ് ആണ്. പ്ലേഗിനകത്ത് കൊടുക്കാൻ പറ്റും. ദെൻ ബ്രൂസെല്ലോസിസ്. ഇതിൽ രണ്ടിലും ഈ മരുന്ന് മാത്രം ഒറ്റയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. ബ്രൂസെല്ലോസിസിലാണെങ്കിൽ നമുക്ക് ഡോക്സിസൈക്ലിൻ്റെ ഒപ്പമാണ് സാധാരണ കൊടുക്കുക, ഡോക്സിസൈക്ലിൻ. ദെൻ അമിക്കാസിൻ. അമിക്കാസിൻ എന്ന് പറയുന്ന മരുന്ന്, കാനാമൈസിൻ ആൻഡ് ഓൾസോ ഞാൻ കാപ്രിയോമൈസിൻ അതാണ് ഇവിടെ. കാപ്രിയോമൈസിൻ ഇത് നമുക്കറിയാം, ഇത് TBയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. TBയിൽ ഏതിലാണ്? മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TBയിൽ നമ്മൾ കൊടുക്കാവുന്ന മരുന്നാണ്. സോ ഇത് കാപ്രിയോമൈസിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് അമിനോഗ്ലൈക്കോസൈഡ് അല്ല, എങ്കിലും ഇതുമായിട്ടുള്ള ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദെൻ സ്യൂഡോമോണാസിലാണെങ്കിലോ, സ്യൂഡോമോണാസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്യൂഡോമോണാസ് അതിനകത്താണെങ്കിൽ നമുക്ക് ജെന്റാമിസിൻ കൊടുക്കാം. അമിക്കാസിൻ ഇത് രണ്ടും നമുക്ക് ഫലപ്രദമായിട്ട് കൊടുക്കാം. ദെൻ ടോബ്രാമൈസിൻ, അടുത്ത മരുന്ന് ടോബ്രാമൈസിൻ ആണ്. ടോബ്രാമൈസിൻ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ദെൻ ടോബ്രാമൈസിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹെയിൽഡ് പൗഡർ ആയിട്ടാണ്. ഇൻഹെയിൽഡ് പൗഡർ ഒരു 300 മില്ലിഗ്രാം അത് കൊടുക്കുക. സ്യൂഡോമോണാസിന് തന്നെയാണ് കൊടുക്കുന്നത്. ഏത് ഇൻഫെക്ഷൻ രോഗത്തിലാണെന്ന് വെച്ചാൽ സിസ്റ്റിക് ഫൈബ്രോസിസ്. സോ കഫമൊക്കെ കട്ടിയായിട്ടിരിക്കുകയായിരിക്കും. അതിനകത്ത് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ടോബ്രാമൈസിൻ ഇൻഹെയിൽഡ് പൗഡർ. ദെൻ ടോബ്രാമൈസിൻ നമുക്ക് ഐ ഓയിൻമെന്റ് ആയിട്ട് ഉപയോഗിക്കും. കണ്ണിൽ ഐ ഓയിൻമെന്റ് ഏകദേശം 0.3% ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് കോർണിയൽ അൾസറിൽ നമുക്ക് കൊടുക്കാം. ദെൻ പിന്നെ ഒരു ഫേമസ് മരുന്ന് നിയോമൈസിൻ ആണ്. നിയോമൈസിൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നിയോസ്പോറിൻ പൗഡർ. നമ്മൾ പോളിമിക്സിന്റെ കാര്യത്തിൽ പറഞ്ഞു, ബാസിട്രാസിൻ പോളിമിക്സിൻ ചേർത്തിട്ടുള്ളതാണ് നിയോമൈസിൻ പൗഡർ. അത് ഓയിൻമെന്റ് ആയിട്ടും പൗഡറായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിയോമൈസിൻ ഓറലും കൊടുക്കാറുണ്ട്. ഓറൽ ഞാൻ പറഞ്ഞത് അബ്സോർഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. GIT ലോക്കൽ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. GIT ലോക്കൽ ആക്ഷൻ എവിടെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഗട്ട് ബാക്ടീരിയകളെ കൊല്ലണം. ചില സമയത്ത് നമുക്ക് ഗട്ട് ബാക്ടീരിയ പ്രശ്നം ഉണ്ടാകും. ഉദാഹരണത്തിന് കരൾ രോഗികൾ അല്ലെങ്കിൽ സിറോസിസ് രോഗികളിൽ ഗട്ട് ബാക്ടീരിയ അമിതമായിട്ട് അമോണിയ ഉണ്ടാക്കും. അമോണിയ കൂടുമ്പോഴത്തേക്കും ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉണ്ടാകും. ആൾക്ക് ഓർമ്മക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സോ അപ്പോൾ ഇതിനകത്ത് ഗട്ട് ബാക്ടീരിയ തടഞ്ഞു കഴിഞ്ഞാൽ ഈ അമോണിയ ഉണ്ടാക്കൽ നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയോമൈസിൻ ഓറലായിട്ട് കൊടുക്കാറുണ്ട്. മറ്റൊരു ഫേമസ് മരുന്നാണ് ഫ്രാമൈസെറ്റിൻ എന്ന് പറയുന്നത്. ഫ്രാമൈസെറ്റിൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. സോഫ്രാമൈസിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഓയിൻമെന്റ് നമ്മൾ മേത്തൊക്കെ പറ്റിയിട്ടുണ്ടാകും. ഫേമസ് ആണ് പൊള്ളലിൽ അല്ലെ, തീപ്പൊള്ളലിൽ സ്കിൻ ക്രീമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നാണ് ഫ്രാമൈസെറ്റിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പാരമോമൈസിൻ ആണ്. പാരമോമൈസിന്റെ ഉപയോഗം പ്രോട്ടോസോവൽ ഇൻഫെക്ഷനിലാണ്. പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ഏതാണ്? അത് ലീഷ്മേനിയാസ് ആണ്. ലീഷ്മേനിയ ഡോണോവാണി മൂലമുള്ള കാല അസാറിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. ദെൻ ഇതിന് വേറൊരു ഉപയോഗം അത്
തന്നെ ഇതൊരു അമീബയാണ് അല്ലെങ്കിൽ പ്രോട്ടോസോവയാണ്. ലൂമിസിഡൽ അമീബിയാസിസ്, ലൂമിനൽ അമീബിയാസിസിൽ നമ്മൾ കൊടുക്കും. GATയിലെ ആക്ഷൻ ലോക്കലായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ കൊടുക്കുക. ദെൻ സ്പെക്ടിനോമൈസിൻ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ച് കൂടി പറയാം. സ്പെക്ടിനോമൈസിൻ നമ്മൾ പെനിസിലിൻ G റെസിസ്റ്റന്റ് ആയിട്ടുള്ള പെനിസിലിനേസ് ഉണ്ടാക്കി പെനിസിലിൻ G റെസിസ്റ്റന്റ് ആയിട്ടുള്ള നിസീറിയ ഗൊണേറിയയിൽ നമുക്ക് കൊടുക്കാം. ഒരു ഡോസ് കൊടുത്താൽ മതി. ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. പെനിസിലിൻ അലർജി ഉള്ളവർക്കും നമുക്ക് സ്പെക്ടിനോമൈസിൻ നമുക്ക് കൊടുക്കാം. സോ ഇതൊക്കെയാണ് യൂസസ്. അപ്പോൾ നമുക്ക് അടുത്തത് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ഞാൻ ചുമന്ന മഷി എടുത്തിട്ടുണ്ട്. അഡ്വേഴ്സ് എഫക്ട്സ് പറയാനായിട്ടാണെങ്കിൽ 3 ക്ലാസിക്കൽ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വൺ ഈസ് ഓട്ടോടോക്സിറ്റി ആണ്, രണ്ടാമത്തത് നെഫ്രോടോക്സിറ്റി ആണ്, ആൻഡ് മൂന്നാമത്തത് ന്യൂറോ മസ്കുലാർ ബ്ലോക്കിംഗ് ആക്ഷൻ. സോ ഓട്ടോടോക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ചെവിയിൽ 2 ഭാഗമുണ്ട് നമുക്കറിയാം. ഒന്ന് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഭാഗം അല്ലെ, അത് നമ്മൾ എന്താ വിളിക്കാൻ കോക്ലിയർ റീജിയൻ എന്നാണ്. കോക്ലിയർ റീജിയൻ ഇതാണ് കേൾവിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗം. ഇതിവിടെ ഏറ്റവും ടോക്സിക് നിയോമൈസിൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ടോക്സിക്. പക്ഷെ നമ്മളത് ഗുളികയായിട്ടൊന്നും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടൊന്നും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ ഏതാണ് ടോക്സിക് എന്ന് വെച്ചാൽ അമിക് ആണ്. അതിനുശേഷം പിന്നെ കനാമൈസിൻ. പക്ഷെ എല്ലാ മരുന്നുകൾക്കും ടോക്സിറ്റി ഉണ്ട്. തുടർച്ചയായിട്ട് സ്ട്രെപ്റ്റോമൈസിനെ കൊടുത്തു കഴിഞ്ഞാൽ കേൾവി പോകും. ദീർഘനാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ടോക്സിറ്റി ഉണ്ടാക്കും. അത് ഇറിവേഴ്സിബിൾ ആണ്. അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഹെയർ സെൽസിൽ ഇത് ഉണ്ടാക്കുന്ന ഡാമേജസ് ഇറിവേഴ്സിബിൾ ആണ്. ഹെയർ സെൽസ് ന്യൂറോണൽ സെല്ലാണ്, അതിന് ഇറിവേഴ്സിബിൾ ആയിട്ട് നശിപ്പിക്കും. സോ കാൽഷ്യം ചിലപ്പോഴെങ്കിലും നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. കൊടുക്കണമെങ്കിൽ തന്നെ ഉടനെ കൊടുക്കണം. അപ്പോൾ ആ ടോക്സിറ്റി കുറയ്ക്കും. രണ്ടാമത്തെ പ്രശ്നം മുകളിൽ സെമി സർക്കുലർ കനാലും ഇതൊക്കെ ഇരിക്കുന്ന ഈ ഭാഗത്തുള്ള പ്രശ്നമാണ്. ഈ ഭാഗം നമ്മൾ വിളിക്കുക വെസ്റ്റിബുലാർ റീജിയൻ, വെസ്റ്റിബുലാർ ടോക്സിൻ. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോമൈസിൻ ആണ് ഏറ്റവും കൂടുതൽ വെസ്റ്റിബുലാർ ടോക്സിറ്റി ഉണ്ടാകുന്നത്. ഏറ്റവും കുറവ് ഏതാണെന്ന് വെച്ചാൽ നെറ്റിൽമിസിൻ ആണ്. സോ ബാക്കിയുള്ളതൊക്കെ ഇന്റർമീഡിയറ്റ് ഇടയിൽ വരും. സോ മീനിയേഴ്സ് രോഗത്തിന് തലയുറ്റിലും ഛർദിലൊക്കെ ഉള്ളതിനകത്ത് നമ്മൾ ഇവിടേക്ക് ഡയറക്റ്റ് കുത്തിവെച്ചിട്ട് ഇവിടെയുള്ള ഹെയർ സെൽസിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കാറുണ്ട് എന്ന് കൂടി ആലോചിക്കും. അപ്പോൾ ഇത് പ്രശ്നമുള്ളതുകൊണ്ട് ചെവിയിലെ പ്രശ്നങ്ങൾ ടിനിറ്റേഴ്സ്, റിംഗിങ് ഇൻ ദി ഇയേഴ്സ് ഉണ്ടാകാം, തലചുറ്റൽ പോലെയുള്ള ദോഷഫലങ്ങൾ. സോ ഇതാണ് അഡ്വേഴ്സ് എഫക്ട് ഓർ ഓട്ടോടോക്സിറ്റിയെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തെ ടോക്സിറ്റി നെഫ്രോടോക്സിറ്റി ആണ്. നെഫ്രോടോക്സിറ്റിയുടെ ദോഷം റിവേഴ്സിബിൾ ആണ്. ഇത് ഇറിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് റിവേഴ്സിബിൾ ആണ് മാത്രമല്ല, ഇത് റീനൽ ട്യൂബുലാർ എപ്പിത്തീലിയൽ സെൽസിനെയാണ് നശിപ്പിക്കുക. എപ്പിത്തീലിയൽ സെൽസ് വീണ്ടും വളർന്നു എന്നുള്ളത് നമുക്ക് വലിയ കുഴപ്പം. നോട്ട് ഇൻഡസ്ട്രീഷ്യൽ സെൽസിലല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ദിസ് ക്യാൻ കോസ് റീനൽ ടോക്സിറ്റി ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഡോസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി റീനൽ ഡിസീസ് ഉള്ളവരിൽ നമുക്ക് ഡോസ് കുറയ്ക്കണം. കോൺട്രാഇൻഡിക്കേഷൻ ഒന്നുമല്ല. ദെൻ വലിയ ആൾക്കാരിൽ എൽഡർലിയിൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഹൈപ്പോക്കലീമിയ ഉള്ള ആൾക്കാരിൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അത് കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ക്രിയാറ്റിൻ ക്ലിയറൻസ് നോക്കിയിട്ടാണ്. ഇപ്പോൾ 70 ആണെങ്കിൽ ഡോസിൻ്റെ 70% കൊടുക്കുക, 50 ആണെങ്കിൽ 50% കൊടുക്കുക, 30 ആണെങ്കിൽ 30%. ഇതിലും താഴെയാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഡോസ് ഇത്തിരി കൂട്ടിയിട്ട് 1.5 അടം 1 in 2 days ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. സോ അതാണ് അങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുക. മൂന്നാമത്തെ പ്രശ്നം ന്യൂറോ മസ്കുലർ ബ്ലോക്കേഡ് ആണ്. ഇത് അസറ്റൈൽകോളിൻ്റെ റിലീസ് തടയും. അസറ്റൈൽകോളിൻ്റെ റിലീസ് തടയുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ മസിൽ കൺട്രാക്ഷൻ ഇല്ലാതെയാകും. മസിൽ വിൽ ബി റിലാക്സ്ഡ് ആയിരിക്കും. സോ ആർക്ക് കൊടുക്കാൻ പറ്റില്ല? കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ മയസ്തീനിയ ഗ്രേവിസ് രോഗമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല. മറ്റ് ഇപ്പോൾ മസിൽ റിലാക്സൻസ് ആയിട്ടുള്ള മറ്റിപ്പോൾ സർജറിക്കൊക്കെ മുമ്പ് ഉപയോഗിക്കുന്ന കുറോണിയംസ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കൊപ്പം സൂക്ഷിച്ച് വേണം കൊടുക്കണം. മയസ്തീനിയൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം കൂടി ഒന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. റെസിസ്റ്റൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അത് അമിക് ആസിനാണ്. അമിക് ആസിനെതിരെ റെസിസ്റ്റൻസ് ഇല്ല. ബാക്കിയുള്ളതിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണം ബാക്ടീരിയ ചില എൻസൈംസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ ഓഫ് ദ ഡ്രഗ്, മരുന്നിനെ എൻസൈമാറ്റിക് ഡീഗ്രഡേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് എൻസൈംസ്? അസറ്റൈൽ ട്രാൻസ്ഫറേസസ് ആണ് ഒരെണ്ണം. ദെൻ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫറേസ് ആണ് വേറൊരെണ്ണം. ഇനി വേറെ ന്യൂക്ലിയോടൈഡ് ട്രാൻസ്ഫറേസ് ഒക്കെ ഉണ്ട്. സോ ഇതുവഴി മരുന്നിനെ ഇങ്ങനെ ക്ലീവ് ചെയ്യും. 2ആക്കിയോ 4ആക്കിയോ അങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചു. സോ ഇതാണ് പ്രധാനപ്പെട്ട മെക്കാനിസം. രണ്ടാമത്തെ ഗ്രാം നെഗറ്റീവിന്റെ പോഴ്സ്, ഗ്രാം നെഗറ്റീവിന്റെ ഇവിടെയുള്ള പോഴ്സ് അങ്ങോട്ട് അടച്ചു കളയും ബാക്ടീരിയ. അപ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാതെ വരും. സോ ഇൻഫ്ലക്സ് സാധ്യമല്ലാതെ വരും. മൂന്നാമത്തത് 30S 16S rRNA-യിൽ പിടിക്കാൻ പറ്റാതെ വരികയാണ്. ഇത് കുറവാണ് എങ്കിൽ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസ്. So that's all in this video. Thank you for watching.